നിരസിച്ചു എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് അതിൽ സംഭവിച്ചത്? അതിന് പാർട്ടി ഓൺ ചെയ്യുന്നില്ല. പാർട്ടി PM സലാം അത് ഒരു വിധത്തിൽ നിഷേധിച്ചിട്ടുണ്ട്. പിന്നെ എന്നിരുന്നാലും ആ നിലക്ക് ആളുകൾ ധരിക്കുന്നത് കൊണ്ട്, അതായത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ആളുകൾ കരുതുന്നത് കൊണ്ട് അതൊന്നുകൂടി അടിവര ഇട്ട് പറയുകയാണ്. അതിനെ പാർട്ടി ഓൺ ചെയ്യുന്നില്ല. ഞാൻ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായിട്ട് സംസാരിച്ചു. തങ്ങളും അത് അങ്ങനെ പറയാനാണ് പറഞ്ഞത്. പാർട്ടി അത് പിന്നീട് ആലോചിക്കുകയും ചെയ്യും. ലീഗ് നിങ്ങൾക്കറിയാലോ, ലീഗ് ഒരു ഉന്നത നിലവാരമുള്ള പാർട്ടിയാണ്. പാണക്കാട് തങ്ങന്മാർ നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി. ആ പാർട്ടിയെ സ്നേഹിക്കണം. തങ്ങന്മാരെന്ന് പറഞ്ഞാൽ എല്ലാവരും ബഹുമാനിക്കുന്നവരും എല്ലാവരെയും സ്നേഹിക്കുന്നവരും, വലിയവനും ചെറിയവനും ഒന്നുമില്ല. അതുകൊണ്ടാണ് സമൂഹം അവരെ സാധാരണ ഉള്ളതിൽ കവിഞ്ഞ് അവരെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും. അവരെ പേരിൽ ഏത് പ്രസ്താവന ചെയ്യുമ്പോഴും നമ്മൾ വളരെ അധികം സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രസ്താവന തങ്ങന്മാരെ ഉൾപ്പെടുത്തി ചെയ്തതുകൊണ്ട് അത് സംശയത്തിന് ഇടവരാത്ത വിധം അത് നിഷേധിക്കുകയാണ്. അതിനെ ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല, അതിനെ ഞങ്ങൾ തള്ളിപ്പറയാണ്. അത് അത്തരം പ്രസ്താവനകളും ഞങ്ങൾ പിന്നെ അനുവദിക്കുകയില്ല. ഒന്ന്. രണ്ടാമത്, ഇപ്പോൾ സമസ്തയിൽ നിന്ന് തന്നെ അത്തരം ഒരു പ്രസ്താവന വന്നു, മുക്കം വൈസിയുടേതായി നമ്മൾ കണ്ടല്ലോ. അതിനെതിരായി ജനരോഷം ഉണ്ടായി. ആ രോഷം ശരിയായിരുന്നല്ലോ. അങ്ങനെ അതുപോലെ അപ്പം അങ്ങനെ ആ ജനരോഷം കണ്ടു നിൽക്കുന്ന ഞങ്ങൾ ഇത്തരമൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ അതിനെ കാണേണ്ടത് അതേ രീതിയിലാണ്. സമസ്ത ആയാലും അതുപോലെ തന്നെ ലീഗായാലും ഒന്നിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഉള്ളത്. അവരുടെ വികാരം മാനിച്ചുകൊണ്ടുള്ള നിലയിലേ പോകാൻ പറ്റുള്ളൂ. ഒരിക്കൽക്കും ഇതിനെ ഓൺ ചെയ്യുന്നില്ല. മുക്കം പൈസി ചെയ്തപ്പോൾ കണ്ടില്ലേ, ഒരു കുട്ടി അതിനെ അനുകൂലിക്കാനുണ്ടായത്. വലിയ രോഷമാണല്ലോ ഉണ്ടായത്. നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.